മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. നമ്മൾ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന മനോഹരമായ പ്രഭാതത്തിൽ പ്രഭാത വിരുന്നിൻ്റെയും പുതിയ അധ്യായത്തിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തിയേറിയ മധ്യസ്ഥ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ദൈവമാതാവേ, ഞങ്ങൾ ഈ ശുശ്രൂഷയെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ തിരുക്കുമാരൻ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന പരിപാവനമായ ഈ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ ശക്തിയും അറിവും വചനാഭിഷേകവും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുകയും ഞങ്ങളെ ഓരോരുത്തരെയും ദൈവിക ജ്ഞാനത്താൽ നിറയ്ക്കുകയും ചെയ്യുന്ന അങ്ങാണല്ലോ. ആത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. വചനം ഗ്രഹിക്കുവാനും വ്യാഖ്യാനിക്കുവാനുള്ള വിവേകവും തിരിച്ചറിവും ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങൾ ഈ ശുശ്രൂഷയിൽ ഏതു സാഹചര്യത്തിലും ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളെ വഴി നടത്തണമേ. നമുക്ക് പ്രത്യേകമായിട്ട് ഈ സമയം ലോകമെമ്പാടുമുള്ള വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന അനേകം മക്കളുണ്ട്. അവരെല്ലാം ദൈവകരങ്ങളിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിക്കാം. മാനസികവും ശാരീരികവുമായ അവരനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും നിരാശകളും മാറിപ്പോകുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ പലപ്പോഴും മറ്റുള്ളവരെ വിധിക്കുവാൻ തിടുക്കം കാട്ടുന്നവരാണ്. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും നമുക്കതൊരു രസവും കൂടിയാണ്. കാര്യം അറിഞ്ഞും അറിയാതെയും സത്യാവസ്ഥ മനസ്സിലാക്കാതെയും ഒക്കെ നമ്മൾ മറ്റുള്ളവരെ നിശിതമായി വിമർശിക്കുന്നതിൽ ആനന്ദം കിട്ടുന്നവരാണ്. പക്ഷേ അത്തരം സാഹചര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. നമ്മുടെ ഈ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ അകാരണമായി വിമർശനം കൊണ്ട് കുറ്റപ്പെടുത്തൽ കൊണ്ടായിരിക്കാം അനേക പേര് കണ്ണുനീര് കുടിക്കുന്നു, അല്ലെങ്കിൽ ഒരാളുടെ ഭാവി തന്നെ ഇരുളടഞ്ഞതായി തീരുന്നു എന്നുള്ളത്. മറ്റുള്ളവരിലെ തെറ്റിദ്ധാരണ വളർത്തുവാനായിട്ട് പലപ്പോഴും നമ്മുടെ വിമർശനങ്ങൾ കാരണമായി തീരാറുണ്ട്, കുറ്റപ്പെടുത്തലുകൾ കാരണമായി തീരാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വിധി പ്രസ്താവനകൾ കാരണമായി തീരാറുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് പറയുന്നു, നിങ്ങൾ ആരെയും വിധിക്കരുത്. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. വിധിക്കപ്പെടാതിരിക്കുവാൻ നിങ്ങളും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. വിധിക്കപ്പെടാതിരിക്കുവാൻ നമ്മളും വിധിക്കരുത്. നമ്മൾ പലരിലും കുറ്റാരോപണം നടത്തുകയാണെങ്കിലും മറ്റാരെങ്കിലും നമ്മുടെ നേരെ അങ്ങനെ ഒരു കുറ്റാരോപണം നടത്തിയാൽ അതിൽ സത്യമുണ്ടെങ്കിൽ പോലും നമ്മൾ ക്ഷുഭിതരായി തീരാറുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഈ കുറ്റാരോപണം നടത്തിയവനെ അടിച്ചു താഴ്ത്തുവാനായിട്ട്, നിശബ്ദനാക്കുവാനായിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കാറുണ്ട്. ഇത്തരം ഒരു മനോഭാവമല്ല നമ്മുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടത്. സത്യമറിഞ്ഞ് സത്യസന്ധമായി വിധിക്കേണ്ടവരാണ് നമ്മളൊക്കെ. അത് നമ്മുടെ കുടുംബത്തിലായാലും നമ്മുടെ വ്യക്തിബന്ധത്തിലായാലും നമ്മുടെ സൗഹൃദങ്ങളിലായാലും ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ടത് സത്യമാണ്. ആദ്യം നമ്മൾ കടന്നു വരേണ്ടത് യഥാർത്ഥമായ ബോധ്യങ്ങളിലേക്കാണ്. അതിനുശേഷമാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് മുൻകൈ എടുക്കേണ്ടത്. ഒരിക്കലൊരു യുവതി ഒരു കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും മേടിച്ച്
ഒരു പാർക്കിൽ ചെന്നിരുന്നു. പാർക്കിൽ ആൾക്കാർ കൂടുതലുണ്ടായിരുന്നുകൊണ്ട് അവർ ആഗ്രഹിച്ച സ്ഥലത്ത് ഇരിക്കുവാൻ പറ്റിയില്ല. ഒരു യുവാവ് ഇരിക്കുന്ന ഒരു ബെഞ്ചിൻ്റെ ഒരറ്റമാണ് അവർക്ക് കിട്ടിയത്. അവർ ആ ബിസ്ക്കറ്റ് പാക്കറ്റ് തൻ്റെ സൈഡിൽ വെച്ചിട്ട് തൻ്റെ ഓവർകോട്ട് ഊരി അവിടെ വെച്ച് ആ പാക്കറ്റിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റുകൾ എടുത്ത് കഴിക്കുവാൻ തുടങ്ങി. അതിനിടയിൽ മൊബൈൽ നോക്കുകയും മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് യാന്ത്രികമായിട്ട് ഓരോ ബിസ്ക്കറ്റ് അവരെടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ആ യുവാവും ഇവിടെ ഇരിക്കുന്ന ആ ബിസ്ക്കറ്റ് പാക്കറ്റിൽ നിന്ന് ഓരോ ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നു. യുവതിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. താൻ കാശ് കൊടുത്ത് മേടിച്ചത് തൻ്റെ അനുവാദമില്ലാതെ ഒരു പരിചയവുമില്ലാത്തവൻ എടുത്ത് കഴിക്കുന്നു. കോപം ഇരച്ചു കയറിയെങ്കിലും ഒന്നും എതിർത്ത് പറയാതെ അവർ രണ്ടുപേരും അവരുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ അവസാനം ഒരു ബിസ്ക്കറ്റ് മിച്ചം വന്നപ്പോൾ ആ യുവാവ് ആ ബിസ്ക്കറ്റ് എടുത്തിട്ട് ഒരെണ്ണം പകുതിയായി മുറിച്ച് ഒരു ഭാഗം യുവതിക്കും കൊടുത്തു, ഒരു ഭാഗം ആ യുവാവും കഴിച്ചു. ഇത്രയുമായപ്പോൾ യുവതിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു. അവർ ചാടി എഴുന്നേറ്റ് അവിടെ നിന്ന് മാറിയിരിക്കുവാനായിട്ട് തൻ്റെ ഓവർകോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ്, ഊരി വെച്ചിരുന്ന ആ കോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത്രയും നേരവും അവർ കഴിച്ചുകൊണ്ടിരുന്നത് ആ യുവാവിൻ്റെ ബിസ്ക്കറ്റായിരുന്നു. കാരണം അവരുടെ ബിസ്ക്കറ്റ് പാക്കറ്റ് തുറന്നുവെങ്കിലും അവർ കൈയിട്ട് കഴിച്ചുകൊണ്ടിരുന്നത് ആ യുവാവിൻ്റെ ബിസ്ക്കറ്റ് പാക്കറ്റായിരുന്നു. സത്യമറിയാതെ ആ യുവാവിനെ മനസ്സായെങ്കിലും കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും അരിശപ്പെടുകയും ഒക്കെ ചെയ്തു. ഒരു നിമിഷം ആ മൊബൈലിൽ നിന്ന് കണ്ണെടുത്ത് താൻ കാശ് കൊടുത്ത് മേടിച്ചത് തന്നെയാണോ എന്ന് ഒരു നിമിഷം ചിന്തിക്കുവാൻ ആ യുവതി മെനക്കെട്ടിരുന്നുവെങ്കിൽ അനാവശ്യമായിട്ട് ആ യുവാവിനെ കുറ്റപ്പെടുത്തുകയില്ലായിരുന്നു. ഇതുപോലൊക്കെ നമ്മുടെ ജീവിതം പലപ്പോഴും സംഭവിക്കാറുണ്ട്. നമ്മളൊക്കെ പുറം ചട്ടകൾ കണ്ടു മാത്രം വിധി പ്രഖ്യാപിക്കുന്നവരാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് ഒരു പുസ്തകത്തിൻ്റെ പുറം ചട്ടകൾ കണ്ടു മാത്രം നമ്മൾ ആ പുസ്തകത്തെപ്പറ്റി വിധി എഴുതരുത്. അല്ലെങ്കിൽ ഒരാളുടെ വസ്ത്രധാരണം കണ്ട് ആ വ്യക്തിയെപ്പറ്റി വിധി എഴുതരുത്. ആ കാര്യങ്ങളെപ്പറ്റി വ്യക്തികളാണെങ്കിലും വസ്തുക്കളാണെങ്കിലും അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കുവാനായിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ആ കർത്താവ് നമ്മോട് പറയുന്നത് നിങ്ങൾ വിധിക്കുവാൻ തിടുക്കം കൂട്ടരുത്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണം ഇങ്ങനെ വിധിക്കുവാനായിട്ട് തിടുക്കം കൂട്ടുന്നതാണ്. ഭാര്യ ഭർത്താവിനെ വിധിക്കുന്നു, ഭർത്താവ് ഭാര്യയെ വിധിക്കുന്നു, മാതാപിതാക്കൾ മക്കളെ വിധിക്കുന്നു, മക്കൾ മാതാപിതാക്കളെ വിധിക്കുന്നു. ഇവിടെയൊന്നും സത്യം തിരിച്ചറിയുവാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും പലപ്പോഴും ഈ വിധി അനിശ്ചിതം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെപ്പറ്റി എന്തെങ്കിലും കേട്ടാൽ ഉടനെ തന്നെ അതിനെപ്പറ്റി വിധി പ്രഖ്യാപിക്കുകയാണ്. നടന്ന കാര്യം അല്ലെങ്കിൽ കേട്ട കാര്യം മറ്റൊരാൾ എന്നോട് പറഞ്ഞ കാര്യം സത്യമാണോ എന്ന് ഒന്ന് ചിന്തിക്കുവാൻ പോലും അത് മനസ്സിലാക്കുവാൻ പോലും നമ്മൾ പലപ്പോഴും മെനക്കെടുന്നില്ല എന്നുള്ളതാണ്. ദൈവം അതല്ല ആഗ്രഹിക്കുന്നത്. വിവേകശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നമ്മൾ കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ ഗ്രഹണശക്തി ഉള്ളവരായിത്തീരണം, തിരിച്ചറിവുള്ളവരായിത്തീരണം. നമ്മൾ മറ്റൊരാളെ പറ്റി ഒരു കാര്യം പറയുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, ഞാനിങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു മുന്നറിവുമില്ലാതെ ഒരു വ്യക്തിയെപ്പറ്റി പറഞ്ഞു പരത്തുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിക്കും എന്ന് തിരിച്ചറിയുവാണ്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിക്കുവാണ്ട് നമുക്ക് സാധിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ സത്യമുണ്ടോ, അതിൽ കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. കുറ്റാരോപണം നമ്മുടെയൊക്കെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുമ്പോൾ, കാര്യം ഗ്രഹിക്കുവാൻ നമ്മൾ മടി കാണിക്കുമ്പോൾ നമ്മളിൽ നിന്ന് വളരുന്ന നന്മ തളരുകയും തിന്മ ശക്തി പ്രാപിക്കുകയും ചെയ്യും. കലഹത്തിൻ്റെ ദുരാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നമ്മളിൽ വളർന്ന് അത് നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് സംക്രമിക്കും. ഒത്തിരി പേർക്ക് നമ്മൾ വേദനകൾ നൽകും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയല്ല, സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ വേണ്ടിയാണ്. പരസ്പര സ്നേഹം. കുടുംബജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരായാലും സമൂഹ ജീവിതത്തിലേക്ക് വിളിക്കപ്പെട്ടവരായാലും ഏത് മേഖലയിലുള്ളവരാണെങ്കിലും നമ്മൾ മറ്റുള്ളവരുടെ കണ്ണുനീരിന് പാത്രങ്ങളായി തീരാതിരിക്കുവാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുടെ സൽപ്പേര് കളഞ്ഞു കുളിച്ച് ഞാൻ നശിച്ചാലും വേണ്ടുകയില്ല, അവൻ രക്ഷപ്പെടരുത് എന്നുള്ള മനോഭാവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടാനിടയാകരുത്. പലപ്പോഴും പല കുടുംബ കലഹങ്ങളുടെയും മുഖ്യ കാരണം ഇതാണ്, അല്ലെങ്കിൽ അയലോക്ക വഴക്കുകളുടെയും മുഖ്യ കാരണം ഇതാണ്. കേൾവി വെച്ച് നമ്മൾ വിധി പ്രഖ്യാപിക്കുന്നവരായി തീരുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മൾ പറയും, നിങ്ങൾ അന്യായമായി വിധിക്കരുത്, കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ വിധിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന അളവ് കൊണ്ട് തന്നെ നമുക്ക് അളന്നു കിട്ടും. അനാവശ്യമായി മറ്റുള്ളവരുടെ കണ്ണുനീർ വീഴ്ത്തിയാൽ, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ നമ്മൾ കണക്ക് പറയേണ്ടി വരുമെന്ന് വചനം കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
ഈ ഒരു ബോധ്യം നമുക്കുണ്ടോ എന്ന് നമ്മൾ ഈ വചനം ശുശ്രൂഷയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിക്കേണ്ടതാണ്. അതോ എന്തിനും എവിടെയും എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണോ മുന്നിൽ നിർത്തുന്നത്? ആരൊക്കെ കരഞ്ഞാലും വേണ്ടുകയില്ല, ആരൊക്കെ താഴെ വീണാലും വേണ്ടുകയില്ല, ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടം വന്നാലും വേണ്ടുകയില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എനിക്ക് സാധിച്ചു കിട്ടണം. ഞാൻ പറഞ്ഞതാണ് ശരി, മറ്റുള്ളവർ പറയുന്നതൊന്നും ശരിയല്ല. ഈ ഒരു മനോഭാവമാണോ എന്നെ നയിക്കുന്നത്? നമ്മുടെ കർത്താവിൻ്റെ മനോഭാവം നമുക്കറിയാം. എല്ലാവരെയും കേൾക്കുവാനായിട്ട്, എല്ലാവർക്കും എല്ലാമായി തീരുവാനായിട്ട് സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ ജീവിതമായിരുന്നു യേശുവിൻ്റേത്. ആരെയും വിധിക്കുവാൻ നിന്നില്ല. ഗാഗുൽത്താരയിലേക്കുള്ള യാത്രയിൽ പോലും തൻ്റെ ശത്രുക്കളോട് വിദ്വേഷമായിട്ട് പെരുമാറുവാനോ അവരെ വിധിക്കുവാനോ അവരെ ശപിക്കുവാനോ ഒരിക്കലും കർത്താവ് നിന്നില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ദൈവഹിതം തന്നിലൂടെ നിറവേറുന്നത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയാണ് അവിടെ ചെയ്തത്. കർത്താവിന് അനുയായികളായ നമുക്ക് ഇതേ മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അല്പം ദ്രോഹം എന്തുകൊണ്ട് സഹിച്ചുകൂടാ? നിങ്ങളെല്ലാത്തിനും എന്തിനാണ് പെട്ടെന്ന് എടുത്തു ചാടുകയും ഉടനടി പ്രതികാരം ചെയ്യുകയും ചെയ്യാൻ ശ്രമിക്കുന്നത്? പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കുവാനും പൊറുക്കുവാനും നമുക്ക് സാധിക്കണം. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ചില ജീവിതത്തിൽ ചിലപ്പോൾ സഹനങ്ങളുണ്ടാവും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അത് ചിലപ്പോൾ മറ്റു വ്യക്തികൾ മുഖേനയായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു പരത്തിയെന്നിരിക്കും. നമ്മുടെ അഭിമാനത്തിന് ക്ഷതം തട്ടിയെന്നിരിക്കും. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ പൊട്ടിത്തെറിക്കാതെ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയാലും ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നീതിമാനാണെങ്കിൽ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള ആ ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴപ്പെടണം. അതുപോലെ തന്നെ നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ പറ്റി പറഞ്ഞു പരത്താതിരിക്കുവാനായിട്ട്, മറ്റുള്ളവരെ വിധിക്കാതിരിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. മിക്കപ്പോഴും ഈ വിധി പ്രസ്താവനകൾ കൂടിപ്പോകുമ്പോഴാണ് അവിടെ കൂടുതലായിട്ട് തെറ്റുകൾ സംഭവിക്കുക. തെറ്റ് തിരുത്തുവാൻ നമുക്ക്, അല്ലെങ്കിൽ ഉപദേശിക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുവാൻ നമുക്ക് കടമയുണ്ട്, നമ്മുടെ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ അതിനു പകരം അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വിധികർത്താക്കളായി തീരുമ്പോൾ, അന്യായമായ വിധികർത്താക്കളായി തീരുമ്പോൾ, അവിടെയാണ് നമ്മൾ ദൈവത്തിന് മുമ്പിൽ അപ്രീതിക്ക് കാരണമായി തീരുന്നത്, പാത്രമായി തീരുന്നത്. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എൻ്റെ വാക്കുകളും പ്രവൃത്തികളും മറ്റുള്ളവരെ വിധിക്കുന്ന രീതിയിലുള്ളതാണോ? അന്യായമായ വിധിക്ക് ഞാൻ എപ്പോഴെങ്കിലും കൂട്ടുനിന്നിട്ടുണ്ടോ? എൻ്റെ വിധി പ്രസ്താവനകൾ മൂലം, എൻ്റെ കുറ്റപ്പെടുത്തലുകൾ മൂലം വ്യക്തികളോ കുടുംബങ്ങളോ തകർന്നിട്ടുണ്ടോ? മറ്റുള്ളവരുടെ കണ്ണുനീര് ഭൂമിയിൽ വീഴുവാനിടയായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാകണം. ഇത്തരം സ്വഭാവവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, നമ്മുടെ മനോഭാവങ്ങളിൽ നിന്ന് നമ്മൾ മാറ്റിക്കളയണം. ശുദ്ധിയുള്ള, തെളിച്ചമുള്ള ഒരു മനോഭാവത്തിന്, ചിന്തകൾക്ക് നമ്മൾ ഉടമകളായിത്തീരണം. എങ്കിൽ മാത്രമേ ദൈവാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ, ആത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ശക്തിപ്പെടുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്വരം നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ അതല്ല വഴി, നേരെ ഇതിലേ പോവുക എന്ന് കർത്താവ് പറയുന്നത് കേൾക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സ്വയം വിധി കൽപ്പിക്കുന്നവരാണ് എങ്കിൽ, സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം നടക്കുന്നവരാണ് എങ്കിൽ പലപ്പോഴും ദൈവിക സ്വരം നമുക്ക് നഷ്ടപ്പെടും. ഈ ദൈവിക സ്വരവും ദൈവിക ചൈതന്യവും നമ്മളിൽ നിന്ന് കുടിയിറങ്ങുമ്പോഴാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിധികർത്താക്കളായി തീരുകയും ശത്രുതാ മനോഭാവത്തിന് ഉടമകളായി തീരുകയും ചെയ്യുന്നത്. ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് എപ്പോഴും തമ്പുരാനോട് പ്രാർത്ഥിക്കണം. നിർമ്മലമായൊരു മനസ്സാക്ഷി എന്നെ സൃഷ്ടിക്കണമേ എന്ന് തമ്പുരാനോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈടുറ്റ നിർമ്മലമായൊരു മനസ്സാക്ഷിക്ക് നമ്മൾ ഉടമകളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമായി തീരും. നമ്മുടെ സാന്നിധ്യം തന്നെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായി തീരും. നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ അന്യായമായി വിധിക്കുന്നവരാണോ? അന്യായമായി വിധിക്ക് കൂട്ടു നിൽക്കുന്നവരാണോ? കിംവദന്തികൾ മറ്റുള്ളവരെക്കുറിച്ച് പരത്തിക്കൊണ്ട് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരാണോ? എങ്കിൽ ആ സ്വഭാവവിശേഷം പ്രത്യേകമായിട്ടൊന്ന് മാറ്റിക്കളയുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിന് പൂർണ്ണമായിട്ടൊന്ന് മാറ്റിക്കളയുവാനായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ നിങ്ങളും വിധിക്കപ്പെടുകയില്ല.
നമ്മളങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്ന് ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവമേ, ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് അങ്ങ് സമർപ്പിക്കുന്നു. പരസ്പരം വിധിക്കാതെ, പരസ്പരം കുറ്റപ്പെടുത്താതെ ആ ത്രിത്വൈക കൂട്ടായ്മയിൽ, ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. പരസ്പരം ഭാരങ്ങൾ വഹിച്ചുകൊണ്ട്, പരസ്പരം കുറ്റങ്ങളും കുറവുകളും വഹിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, ആ ത്രിത്വൈക കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. നസ്രത്തിലെ തിരുകുടുംബത്തെ അങ്ങ് കാത്തു പരിപാലിച്ചതുപോലെ ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ, ആ ദൈവിക ചൈതന്യത്തിൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും അങ്ങ് കാത്തു പരിപാലിക്കണമേ. വിശുദ്ധ പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് വഴി നടത്തണമേ. നിശബ്ദമായി എല്ലാം ദൈവഹിതമെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ അങ്ങയുടെ മനോഭാവം ഞങ്ങൾക്കും തരണമേ. എന്തിനും ഏതിനും ദൈവത്തോട് എതിർ നിൽക്കാതെ ദൈവം എന്താവശ്യപ്പെട്ടാലും അതനുസരിക്കുവാനും അതിനെ പിൻചൊല്ലുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മലാഖമാരെ, ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. പ്രത്യേകമായിട്ട് ഞങ്ങളുടെ കാവൽ മലാഖമാരെ, ദൈവം നിങ്ങളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന വലിയ ഉത്തരവാദിത്വം തിന്മയിൽ വീഴാതെ, പാപത്തിൽ വീഴാതെ, അപകടങ്ങളിൽ വീഴാതെ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തണമേ. സകല വിശുദ്ധരെയും ഞങ്ങൾക്ക് വേണ്ടി നിത്യം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മെത്രാപ്പൊലീത്താമാരോടും ലോകമെമ്പാടുള്ള വൈദിക കൂട്ടായ്മയോടും ഇന്ന് ലോകത്ത് അർപ്പിക്കപ്പെടുന്ന സകല ദിവ്യവിലുകളുടെ യോഗ്യതയോടും ചേർന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ ഞാൻ ആശീർവദിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മരിയൻ കൂടാരങ്ങളിലും നമുക്ക് വേണ്ടി മധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മളെല്ലാ സഹോദരങ്ങളെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രാർത്ഥനയിലൂടെ അവരെ നമുക്ക് ശക്തിപ്പെടുത്താം. നമ്മുടെ ജപമാല സമർപ്പണത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും അവരുടെ ആ പ്രാർത്ഥനാ നിയോഗങ്ങളോട് ചേർത്ത് വെച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ഓരോരുത്തരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം, അങ്ങനെ അവരെ ശക്തിപ്പെടുത്താം. ഇന്നത്തെ നിയോഗം നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ലോകമെമ്പാടും കഷ്ടത അനുഭവിക്കുന്ന വിവിധ രോഗങ്ങളാൽ, വിവിധ കാരണങ്ങളാൽ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിരുസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.